ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഈ ഒരു ക്രഞ്ചി റോളിൻ്റെ അനിമി അവാർഡ്സ് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതൊക്കെ അനിമീസിനാണ് അവാർഡ്സ് കിട്ടിയതെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. സോ നേരെ വീഡിയോട്ട് എടുക്കാം. ഓക്കെ, അപ്പം വന്ന് നമുക്ക് അവാർഡ്സിലോട്ട് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ അനിമി ഓഫ് ദ ഇയറിനുള്ള അവാർഡ് കിട്ടിയിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ജുജുത്സു കൈസൻ്റെ സീസൺ 2-നാണ് കിട്ടിയിട്ടുള്ളത്. ഉറപ്പായിട്ടും അത് കറക്റ്റാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കുറേ നാൾ ഈ ജുജുത്സു കൈസിനെ പറ്റി തന്നെയാണ് എല്ലാവരും സംസാരിച്ചുകൊണ്ടിരുന്നത്. കാരണം അത്രത്തോളം വലിയൊരു സംഭവമാണ് അവർ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നത്. സോ എനിക്കെന്തോ കറക്റ്റാണെന്നാണ് തോന്നുന്നത്. നോമിനേഷനിൽ നിങ്ങൾ നോക്കി കാണാൻ പറ്റും, കുറവുണ്ട്. നമ്മുടെ ചെയിൻസാ മാനും ഡീമൺ സ്ലേയറും ഒക്കെ ഉണ്ടായിരുന്നു. സോ വില്ലേജ് സാഗയൊക്കെ ഉണ്ടായിരുന്നു. സോ അതിന് കൊടുക്കാമെന്ന് തോന്നുന്നു. ബട്ട് എനിവേസ് നിങ്ങൾ ഒപ്പീനിയൻ തന്നെ കമൻറ്റ് പറഞ്ഞേക്കാം. പിന്നെ വന്ന് ബെസ്റ്റ് കണ്ടിന്യൂയിങ് അനിമി സീരീസിനുള്ള അവാർഡ് തന്നെയാണ് കിട്ടിയെന്ന് വെച്ചാൽ നമ്മുടെ വൺ പീസിനാണ് കിട്ടിയിട്ടുള്ളത്. ഉറപ്പായിട്ടും ഇത് കറക്റ്റ് തന്നെയാണ്. കാരണം വൺ പീസിനെ പറ്റി ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഇപ്പോഴും കണ്ടിന്യൂ പോയിക്കൊണ്ടിരിക്കുകയാണ്, അതും സൂപ്പറായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ അപ്പം ഈ അവാർഡ് കറക്റ്റ് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. സോ നിങ്ങൾ ഒപ്പീനിയൻ തന്നെ കമൻറ്റ് പറഞ്ഞേക്കാം. പിന്നെ അടുത്തതിലോട്ട് വരികയാണെങ്കിൽ ബെസ്റ്റ് ന്യൂ അനിമി സീരീസിനുള്ള അവാർഡ് ഏതിനാണ് കിട്ടിയിരിക്കുന്നത് വെച്ചാൽ നമ്മുടെ ചെയിൻസാ മാനാണ് കിട്ടിയിട്ടുള്ളത്. ഇത് ഓഫ് കോഴ്സ് എനിക്ക് കറക്റ്റാണെന്നാണ് തോന്നുന്നത്. കാരണം ചെയിൻസാ മാൻ എനിക്ക് പേഴ്സണലായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, സൂപ്പറായിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ ഒപ്പീനിയൻ എന്തെന്ന് കമൻറ്റിൽ ഒന്ന് പറഞ്ഞേക്കാം. പിന്നെ അടുത്ത് വന്ന് ബെസ്റ്റ് അനിമി ഫിലിമിനുള്ള അവാർഡ് നമ്മൾ സുസുമിക്കാണ് കിട്ടിയിട്ടുള്ളത്. സോ സുസുമിയാണ് ഞാൻ കണ്ട പടം. സോ നല്ലൊരു പടമായിരുന്നു, സൂപ്പർ മൂവിയായിരുന്നു. അപ്പോൾ എനിക്കെന്തോ അവാർഡ് കറക്റ്റ് തന്നെയാണ് തോന്നുന്നത്. ഈ നോമിനേഷനിലുള്ള വേറെ മൂവീസൊന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പം ഈ ഒരു അവാർഡ് കറക്റ്റിനാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ബെസ്റ്റ് ഒറിജിനൽ അനിമിക്കുള്ള അവാർഡ് കിട്ടിയിരിക്കുന്നത് എന്ന് വെച്ചാൽ ബ്യൂട്ടി ആൻഡ് ഡാഡീസ് എന്നുള്ള അനിമിക്കാണ് കിട്ടിയിട്ടുള്ളത്. ഞാൻ കണ്ടിട്ടില്ല. സോ നിങ്ങൾ ആരെയും കണ്ടെങ്കിൽ കമൻറ്റ് പറഞ്ഞേക്കാം. സോ അടുത്ത് വന്ന് ബെസ്റ്റ് അനിമേഷനുള്ള അവാർഡ് നമ്മുടെ ഡീമൺ സ്ലേയറിനാണ് കിട്ടിയിട്ടുള്ളത്. ഇതിനെപ്പറ്റി എന്നെ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല, സ്വാഭാവികം. കാരണം ഇതിൻ്റെ അനിമേഷൻ വേറെ ലെവലാണ്. അറ്റാക്ക് ഓൺ ടൈറ്റനൊക്കെ നോമിനേഷനിലുണ്ട് കേട്ടോ, ചെയിൻസാ മാനൊക്കെ ഉണ്ട്. പിന്നെ ബെസ്റ്റ് ക്യാരക്ടർ ഡിസൈനുള്ള അവാർഡ് വന്ന് നമ്മുടെ ജുജുത്സു കൈസൻ സീസൺ 2-നാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ ബെസ്റ്റ് ഡയറക്ടറിനുള്ള അവാർഡ് നമ്മുടെ ജുജുത്സു കൈസൻ ഡയറക്ടറിനാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ വന്ന് ബെസ്റ്റ് സിനിമോട്ടോഗ്രാഫി വിന്നർ വന്ന് നമ്മുടെ ജുജുത്സു കൈസൻ സീസൺ 2-ആണ്. ബെസ്റ്റ് ആർട്ട് ഡയറക്ഷനുള്ള അവാർഡ് നമ്മുടെ ഡീമൺ സ്ലേയറിനാണ് കിട്ടിയിട്ടുള്ളത്. ആ ഒരു സോൾ സ്മിത്ത് വില്ലേജ് ആർക്കിനാണ്. പിന്നെ ബെസ്റ്റ് റൊമാൻസ് അനിമിക്കുള്ള അവാർഡ് ഇതിനാണ് കിട്ടിയിട്ടുള്ളത്. ഞാൻ ഈ അനിമി ഒന്നും കണ്ടിട്ടില്ല. നിങ്ങൾ ആരെയും കണ്ടെങ്കിൽ എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് പറഞ്ഞേക്കാം കേട്ടോ. പിന്നെ ബെസ്റ്റ് കോമഡി അനിമിക്കുള്ള വിന്നറായിരുന്നു വെച്ചാൽ നമ്മുടെ സ്പൈ എക്സ് ഫാമിലി ആണ് കിട്ടിയിട്ടുള്ളത്. സോ പിന്നെ വന്ന് ബെസ്റ്റ് ആക്ഷൻ അനിമിക്കുള്ള അവാർഡ് ജുജുത്സു കൈസൻ സീസൺ 2-നാണ് കിട്ടിയിട്ടുള്ളത്. ബെസ്റ്റ് ഫാൻറ്റസി അനിമി വന്ന് നമ്മുടെ ഡീമൺ സ്ലേയറാണ്. നെക്സ്റ്റ് വന്ന് ബെസ്റ്റ് ഡ്രാമ അനിമിക്കുള്ള വിന്നറായിരുന്നു വെച്ചാൽ നമ്മുടെ അറ്റാക്ക് ഓൺ ടൈറ്റൻ ഫൈനൽ അതാണ് കിട്ടിയിട്ടുള്ളത്. സോ ഉറപ്പായിട്ടും ഇത് ഡിസേർവ് ആണ്. പിന്നെ വന്ന് ബെസ്റ്റ് സൈലൻസ് ഓഫ് ദ ലൈഫ് അനിമിക്കുള്ള അവാർഡ് ഇതിനാണ് കിട്ടിയിട്ടുള്ളത്. ഞാൻ അനിമി കണ്ടിട്ടില്ല. ബെസ്റ്റ് മെയിൻ അനിമി ക്യാരക്ടറിനുള്ള അവാർഡ് നമ്മുടെ മങ്കി ഡി ലൂഫി വൺ പീസിനാണ് കിട്ടിയിട്ടുള്ളത്. സോ ലൂഫി ഡിസേർവ് ആണെന്നാണ് തോന്നുന്നത്. പക്ഷേ നോമിനേഷൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിറയെ ക്യാരക്ടേഴ്സ് ഉണ്ട്, ഏറൻ ഏകറൊക്കെ ഉണ്ട്. സോ എനിക്കെന്തോ ഏറന് കൊടുക്കാമെന്നാണ് തോന്നുന്നത്. പിന്നെ ബെസ്റ്റ് സപ്പോർട്ടിങ് അനിമി ക്യാരക്ടറിനുള്ള അവാർഡ് നമ്മുടെ ഗോജോക്കാണ് കിട്ടിയിട്ടുള്ളത്. മസ്റ്റ് പ്രൊട്ടക്റ്റ് അറ്റ് ആൾ കോസ്റ്റ് അനിമിക്കുള്ള ക്യാരക്ടറിനുള്ള അവാർഡ് ഈ സ്പൈ എക്സ് ഫാമിലിക്കുള്ള ക്യാരക്ടറിനാണ് കിട്ടിയിട്ടുള്ളത്. ബെസ്റ്റ് അനിമി സോങ്ങിനുള്ള അവാർഡ് ഇതിനാണ് കിട്ടിയിട്ടുള്ളത്. ബെസ്റ്റ് അനിമി സ്കോറിനുള്ള അവാർഡ് അറ്റാക്ക് ഓൺ ടൈറ്റനാണ് കിട്ടിയിട്ടുള്ളത്. ബെസ്റ്റ് ഓപ്പണിംഗ് സീക്വൻസിനുള്ള അവാർഡ് നമ്മുടെ ജുജുത്സു കൈസനാണ് കിട്ടിയിട്ടുള്ളത്. ബെസ്റ്റ് അനിമി എൻഡിങ്ങിനുള്ള ഇത് കിട്ടിയിട്ടുള്ളത് ജുജുത്സു കൈസൻ സീസൺ 2-നാണ്. ബെസ്റ്റ് അനിമി വോയിസ് ആർട്ടിസ്റ്റ് പെർഫോമൻസ് ജാപ്പനീസിന് കിട്ടിയിട്ടുള്ളത് നമ്മുടെ ഗോജോയുടെ ആർട്ടിസ്റ്റിനാണ്. ബെസ്റ്റ് അനിമി വോയിസ് ആർട്ടിസ്റ്റ് പെർഫോമൻസ് ഇംഗ്ലീഷിന് നമ്മുടെ ചെയിൻസാ മാനാണ് കിട്ടിയിട്ടുള്ളത്. ബെസ്റ്റ് അനിമി വോയിസ് ആർട്ടിസ്റ്റ് പെർഫോമൻസിനും സ്പാനിഷിലും ചെയിൻസാ മാനാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ അങ്ങനെ ഒരുപാട് ഉണ്ട് കേട്ടോ. സോ അതൊക്കെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ സൈറ്റിൽ കയറി നോക്കാവുന്നതാണ്. പക്ഷേ ഞാൻ മെയിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ ഒരു അവാർഡ്സിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്താണെന്ന് ഉറപ്പായിട്ടും ഒന്ന് കമൻറ്റിൽ ഒന്ന് പറഞ്ഞേക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം.